നമുക്ക് ദോഷമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ പതിയെ നിർത്താറുണ്ടല്ലേ? എന്നാൽ നമുക്ക് ദോഷമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് സമീപിക്കാനും അതിൻ്റെ ഒരു അഭാവത്തിൽ നോർമൽ അവസ്ഥ കൈവരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ അഡിക്ഷൻ എന്നും അമിതമായ ആസക്തി എന്നും പറയാറുള്ളത്. ഈ അമിതമായ ആസക്തി എന്ന് പറയുമ്പോൾ ലഹരി മാത്രമോ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അഡിക്ഷൻ മാത്രമോ അല്ല, അതിൽ ബിഹേവിയർ അഡിക്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ സ്വഭാവങ്ങളിൽ കാണുന്ന ചില അമിതമായ ആസക്തി, അതിൽ തന്നെ നമുക്ക് കൂടുതലും കാണാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ കുട്ടികളിലും നമ്മുടെ കൗമാരക്കാരിലും കാണുന്ന അമിതമായ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമ്മുടെ പല ആവശ്യങ്ങളും ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ കണ്ടുപിടുത്തങ്ങൾ നമുക്കും നമ്മുടെ അടുത്ത തലമുറക്കും ഒരു വിനയായിട്ട് മാറുന്നൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതിലൊന്നാണ് നമ്മുടെ കുട്ടികളിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കൗമാരക്കാരിൽ പ്രത്യേകിച്ചും കാണുന്ന അമിതമായ ഫോണിൻ്റെ ഉപയോഗവും അത് ഇല്ലാത്ത അവസ്ഥയിൽ അവർ കാണിക്കുന്ന പല സ്വഭാവ വൈകല്യങ്ങളും അത് എടുത്തു മാറ്റുമ്പോഴുണ്ടാവുന്ന അവർ കാണിക്കുന്ന ചില ആത്മഹത്യാ പ്രവണതകളും. എന്നാൽ എന്തായിരിക്കും ഈ അഡിക്ഷന്റെ കാരണമെന്നുള്ളത് നമ്മുടെയും പലപ്പോഴും മാതാപിതാക്കളുടെയും ഒരു ആകുലത തന്നെയാണ് അല്ലെ. കൗമാരക്കാരുടെ തലച്ചോറ് പലപ്പോഴും ഒരു പണിപ്പുരയിലാണ്. അത് ഫുള്ളി ഡെവലപ്ഡ് ആയി മെച്ചുവേർഡ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന്റെ ചില തീരുമാനങ്ങളിലെ വൈകൃതങ്ങളും എടുത്തുചാട്ടങ്ങളും നമുക്ക് അവരിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൗമാരക്കാരുടെ റിവാർഡ് സിസ്റ്റം, അതായത് തലച്ചോറിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ഇവരിൽ ഒരുപാട് ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ കൗമാരക്കാരിൽ അവർക്കുണ്ടാവുന്ന സ്ട്രെസ്, അവരുടെ ഒറ്റപ്പെടൽ, ഇതിൽ നിന്നൊക്കെയുള്ള ഒരു ഒളിച്ചോട്ടമായിട്ടും ഉപാധിയായിട്ടും അവരിതിനെ കാണുന്നു. കൂടാതെ തന്നെ മറ്റു വിനോദ മാർഗങ്ങളൊന്നും ഇല്ലാത്തതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കൂടാതെ ഈ കൗമാരക്കാർ കൂടുതലും ആഗ്രഹിക്കുന്ന ഒന്നാണ് ആശംസ അല്ലെങ്കിൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും അത് പുറത്തു നിന്ന് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പാടുള്ള കാര്യമാണ്. എന്നാൽ അത് സോഷ്യൽ മീഡിയ വഴിയും ഫോൺ വഴിയും ആവുമ്പോൾ ലൈക്സ് ആയിട്ടും കമന്റ്സ് ആയിട്ടും ഫോളോവേഴ്സിന്റെ എണ്ണമായിട്ടും കിട്ടുന്നത് അവരെ വീണ്ടും അതിലോട്ട് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയുമെല്ലാം ഇവരെ അഡിക്ഷനിലോട്ട് എത്തിക്കുന്ന ഒരുപാട് കാരണങ്ങളിലെ ഒരു ഇത്തിരി കാരണങ്ങൾ മാത്രമാണ്. നമ്മൾ മൊബൈൽ അഡിക്ഷനെ പറ്റി പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ടേം പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയാം. സ്മാർട്ട് ഫോൺ ആകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, മൊബൈലിൽ നിന്ന് കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാം, കൂടുതൽ കാര്യങ്ങൾ പലതും ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ടാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്തുകൊണ്ട് കുട്ടികളിൽ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും നമുക്ക് ആസ്വദിച്ച് വീണ്ടും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിന് കാരണമാവുന്നത് വെച്ചാൽ ഒരു ഫിസിയോളജിക്കൽ വശം ഉണ്ടാവും. ഈ ഫിസിയോളജിക്കൽ വശം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ബ്രെയിനിൽ ഒരു ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്, ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ. അതാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ കാരണമാവുന്ന ഒരു ഹോർമോൺ. അപ്പൊ നമ്മൾ മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിൽ കാണാം. അതിന്റെ ഒരു അൽഗോരിതം സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു കിട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ ബ്രെയിനിലും അതിനനുസരിച്ച് ഡോപ്പമീൻ റിലീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഡോപ്പമീൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബ്രെയിനിൽ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണ് ഒരു കഴിവുണ്ട് ബ്രെയിനിന്. അതായത് ഒരു പുതിയ ന്യൂറൽ പാത്വേ അവിടെ ഡെവലപ്പ് ചെയ്യും. ഈ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആവുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഈ ഡോപ്പമീൻ കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ന്യൂറൽ പാത്വേ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് അത് എന്തായിരിക്കും, എപ്പോ മൊബൈൽ എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ചിലപ്പോൾ കുട്ടികളാണെങ്കിൽ യൂട്യൂബ്, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പൊ സ്നാപ്ചാറ്റ്, അങ്ങനത്തെ ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകളൊക്കെ അതിന്റെ ഡിസൈനും തന്നെ അതുപോലെ തന്നെ അത്രയും അട്രാക്റ്റീവ് ആയിട്ട് ഇവർക്ക് കാണാൻ വേണ്ടിയിട്ടും നമുക്കൊരു സ്പേസും കൂടിയാണ്. അവരിപ്പോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലൈക്ക് കിട്ടുന്നു, അപ്പൊ അത് നോക്കുന്നു, അതൊരു ഹാപ്പിനെസ്, ഒരു ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്, നല്ലൊരു കമന്റ് കിട്ടുന്നു. അങ്ങനെ അവര് മനോഹരമായിട്ടുള്ള ഫോട്ടോ ഷെയർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഡോപ്പമൈൻ റിലീസ് നടക്കുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ ന്യൂറൽ പാത്വേ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പിന്നെ അത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്താണ് അതൊരു അഡിക്ഷനിലേക്ക് മാറുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാരണം. അതുപോലെ തന്നെ ഇങ്ങനെ ഇത് പെട്ടെന്ന് ഒരു നിമിഷം ഇല്ലാതാവുമ്പോൾ പറ്റ പാനിക് ആയിപ്പോ ഇത് കിട്ടാതെ നടക്കൂല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോഴാണ് ചെറിയ മക്കളൊക്കെ സൂയിസൈഡ് എന്നുള്ള ഒരു സംഭവത്തിലേക്കൊക്കെ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്
അവരുദ്ദേശിക്കുന്ന അവരൊരു തീവ്രത ഒന്നാമത് ആ ഒരു പ്രായം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് ഉണ്ടാവില്ല. കുറച്ചുകൂടി ഈഗോസ്റ്റിക് ആയിരിക്കും. അതായത് അവരുടെ ഭാഗത്തുനിന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ചിന്താഗതി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ മൊബൈൽ വാങ്ങി വെച്ചു. ഇപ്പൊ മാതാപിതാക്കളാണല്ലോ പൊതുവെ വാങ്ങി വെക്കാൻ ചാൻസ്. അപ്പൊ അവരോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇതാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നമസ്കാരം, ഞാൻ മുഹമ്മദ് സാക്ക്, സൈക്കോളജിസ്റ്റ്, മഞ്ചേരി മസ്മർ ക്ലിനിക്ക്. കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ദിൽഷയും ബാദുഷയും സൈക്കോളജിസ്റ്റുകൾ സംസാരിച്ച് നിങ്ങൾ കേട്ട് കാണും. അപ്പൊ ഇതില് ലാസ്റ്റ് സെഷനിൽ ഇതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, തട്ടിപ്പറിച്ച് ദേഷ്യപ്പെട്ട് മൊബൈല് വാങ്ങിവെക്കുമ്പോൾ കുട്ടികളിൽ വല്ലാത്ത ഒരു പ്രയാസം, മാനസികമായിട്ടുള്ള ഒരു വിഷമം അവരിൽ സൃഷ്ടിക്കും. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. മറിച്ച് ആ സമയത്ത് നമ്മള് പേരൻസ് സംയമനം പാലിക്കുകയും അതുപോലെ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരെ കൂടെ കൂട്ടുക. അതുപോലെ തന്നെ അവരെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ജോലികളൊക്കെ ഒരു സഹായം എന്ന നിലയ്ക്ക് കൂടെ കൂട്ടിക്കൊണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ കൂടെ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരെ ചെയ്തു തരുമ്പോൾ അവരോട് ഒരു നമ്മള് സ്നേഹപ്രകടനങ്ങളൊക്കെ ആവാം. കുട്ടികളാണ്, സ്വന്തം കുട്ടികളല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നുകൂടി താല്പര്യവും ഉത്സാഹമൊക്കെ വരും, കോൺഫിഡൻസും കൂടും. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തതിലുള്ള ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്യും. അത് ആദ്യം മുതൽ അവസാനം വരെ ചെയ്യിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പേരൻസ് നല്ല ചങ്കുറപ്പുള്ള പേരൻസ് ആയിരിക്കണം. കുട്ടികളുടെ മുന്നിൽ വെച്ച് പല കേസുകളും ഞാൻ കണ്ടിട്ട് പേരൻസ്, ഉമ്മമാര് പൊട്ടിക്കരയുക, സങ്കടപ്പെടുക, എപ്പോഴും സങ്കടവും വിഷമമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് അത് പേരൻസ് അത്ര സിമ്പിൾ ആണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ പാടില്ല. ഒരു ചങ്കുറപ്പോട് കൂടിയിട്ട് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മൾ അഥവാ ദേഷ്യപ്പെട്ടാൽ, കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായാൽ, അപ്രതീക്ഷിതമായി സംഭവിച്ചാൽ തന്നെ നമ്മളെ പേരൻസ് കുട്ടികളുടെ മേലിൽ ഒരു ശ്രദ്ധ വെക്കണം. കാരണം അവർക്ക് പ്രയാസം, പ്രത്യേകിച്ച് എന്നാൽ നമുക്ക് പേരൻസിന് പേടിയുണ്ട് എന്ന് കുട്ടികൾക്ക് തോന്നാൻ പാടില്ല. അതോടൊപ്പം കുട്ടികള് ഒറ്റക്ക് പോയി എന്തെങ്കിലും പണികൾ ഒപ്പിക്കുന്ന വിഡ്ഢിത്തരങ്ങളിലായിരിക്കും അവർ ചെന്ന് ചാടുന്നത്. ഒന്നുകിൽ പിന്നെ പേരൻസിനെ ഒന്ന് പേടിപ്പിക്കാനെന്നോ അല്ലെങ്കിൽ ഒന്ന് അവരെ വേദനിപ്പിക്കാനെന്നോ ഇല്ലായിരിക്കും. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരിക്കും ഇവര് ഇതിനൊക്കെ മുതിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, വീട്ടിൽ പത്രമാധ്യമങ്ങൾ വരുത്തിക്കൊണ്ട് അത് വായിക്കാൻ പ്രേരിപ്പിക്കുക. പലപ്പോഴും കുട്ടികളിൽ നിന്ന് പത്രമൊക്കെ വന്നാലും വായിക്കാൻ മടിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ അത് കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് പത്രമാധ്യമങ്ങൾ വായിക്കേണ്ടത്, ഇന്നത്തെ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യകത അവർക്ക് ബോധ്യപ്പെടും. അതുപോലെ തന്നെ അവരെ എന്തെങ്കിലും ജോലികളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് അതിന് പാരിതോഷികം കൊടുക്കുക. അത് അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, ചെലവുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ വീട്ടിലെ പെറ്റിനെ വളർത്തുക. എന്തെങ്കിലും മൃഗാദികളെയൊക്കെ വളർത്തിക്കൊണ്ട് അതിനെ പരിപാലിക്കുകയും അതിനെ നോക്കാനും മറ്റും പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു സന്തോഷവും അതുപോലെ തന്നെ ഇവറ്റകളുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനുള്ള ഒരു ഹാപ്പിനെസ്, അതുപോലെ അവരുടെ സ്നേഹപ്രകടനം, അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കും. കാരണം ഈ മൊബൈൽ അല്ലാത്ത ഒരു ലോകം, അതല്ലാത്ത പല ആക്ടിവിറ്റീസും ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളെ ഒപ്പം നിൽക്കുക എന്ന് വെച്ചാൽ അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരാൽ കഴിയുന്ന മറ്റുള്ള കുട്ടികളുമായി ഒരു കാരണവശാലും താരതമ്യം ചെയ്യരുത്. അവരാൽ കഴിയുന്ന കാര്യങ്ങൾ അവര് ചെയ്യട്ടെ, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മൊബൈല് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കുട്ടികൾ ഉപയോഗിക്കുന്നതെന്നല്ലേ പാരൻസ് ഇടയ്ക്ക് ശ്രദ്ധിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് ഒരു കേസുമായി വന്നപ്പോൾ പറയുകയുണ്ടായി, രാത്രി 1:30 മണിക്ക് കുട്ടി മറ്റുള്ളവരൊക്കെ ഉറങ്ങിയതിന്റെ ശേഷം എഴുന്നേറ്റ് മൊബൈലെടുത്ത് പിന്നെ അവന്റെ ബെഡിൽ പോയി പുതപ്പിട്ട് മൂടി അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് 4 മണി വരെയൊക്കെ മൊബൈൽ കാണുന്ന അവസ്ഥ കാണാനിടയായി എന്ന് പറയുന്നുണ്ട്. അതിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാരൻസ് ഒരു കുട്ടികളുടെ മേൽ ഒരു കണ്ണ് വെച്ചുകൊണ്ട്, അതായത് അവര് ഇപ്പോൾ പാരൻസ് രാത്രി ഇടയ്ക്കൊക്കെ എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കുട്ടികളുടെ റൂമിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഇവര് മൊബൈൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. എന്തായാലും കൂടുതൽ വിശദമായിട്ട് പറയുമ്പോൾ പരിമിതികളുണ്ട്, പറയണമെന്നുണ്ട്. എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. താങ്ക് യു വെരി മച്ച്.